അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സഅദ. പ്രിയപ്പെട്ട മക്കളെ, 3-ാം ക്ലാസ്സിലെ ദുറൂസിലെ 2-ാമത്തെ ഭാഗത്തിലെ 14-ാമത്തെ പാഠം അദ്ദർസുർ റാബിഉ അശറ അൽ മുഅ്മിനൂന യഖ്വ. ചരിത്രത്തിലൂടെ വിഷയത്തിലേക്ക് പോവുകയാണ് കേട്ടോ. മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണ്. യർമൂക്ക് യുദ്ധഭൂമി. സ്വഹാബികൾ അക്രമികളുമായി പോരടിക്കുകയാണ്. ശത്രുക്കളുടെ ആയുധങ്ങൾക്കിരയായ പലരും രണഭൂമിയിൽ മുറിവേറ്റു വീണു. പലരുടെയും മുറിവുകൾ സാരമുള്ളതായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട അവർ ദാഹജലം ആവശ്യപ്പെട്ടു. ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപാത്രവുമായി ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലെത്തി. അപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു അതിലേക്ക് നോക്കി. അത് കണ്ട് ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെള്ളം ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുക. ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപാത്രവുമായി ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തി. വെള്ളം കുടിക്കാനൊരുങ്ങിയ ഇക്രിമ റളിയല്ലാഹു അൻഹു അയ്യാഷ് റളിയല്ലാഹു അൻഹു നോക്കുന്നത് കണ്ടു. അദ്ദേഹം പറഞ്ഞു, വെള്ളം അയ്യാഷിന് റളിയല്ലാഹു അൻഹു കൊടുക്കൂ. ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപാത്രവുമായി അയ്യാഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കോടി. എന്നാൽ അദ്ദേഹം എത്തുമ്പോഴേക്കും അയ്യാഷ് റളിയല്ലാഹു അൻഹു ഷഹീദായിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളവുമായി ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചോടി. അവിടെ എത്തുമ്പോഴേക്കും ഇക്രിമ റളിയല്ലാഹു അൻഹു ഷഹീദായിരുന്നു. തുടർന്ന് ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കോടി. അവിടെ എത്തും മുമ്പ് അദ്ദേഹവും ഷഹീദായി. ഷഹീദാണ് ഇസ്ലാമിക യുദ്ധത്തിൽ മരണപ്പെട്ട ഷഹീദായി എന്നാ പറയട്ടോ. സങ്കടമുള്ള പാടല്ലേ. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ മരണപ്പെട്ടു എന്ന് പ്രയോഗിക്കാൻ പാടില്ല എന്നാണ്. ഷഹീദായി എന്ന് പറയാം കേട്ടോ. നോക്കൂ, സാഹോദര്യത്തിൻ്റെ ഉത്തമ മാതൃക. മരണവേളയിൽ പോലും തൻ്റെ സഹോദരന് മുൻഗണന നൽകി ദാഹജലം കുടിക്കാതെ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഓരോ ആളുകളും വെള്ളം കുടിക്കാനൊരുങ്ങുമ്പോൾ തൻ്റെ കൂട്ടുകാരൻ ആ വെള്ളപാത്രത്തിലേക്ക് നോക്കുമ്പോൾ അവൻ കുടിച്ചോട്ടെ, എനിക്ക് വേണ്ട എന്ന മാനസിക ആ സ്നേഹബന്ധം, സാഹോദര്യബന്ധം തീരെ ഇല്ലാത്തൊരു കാലത്താണ് ഇസ്ലാം സാഹോദര്യബന്ധത്തിലൂടെ ജനങ്ങളെ ഇസ്ലാം നന്മയിലേക്ക് നയിച്ചത്. എൻ്റെ കാര്യമെന്ന് മാത്രം വിചാരിച്ച് ജീവിച്ച ഒരു സമൂഹത്തിന് സാഹോദര്യത്തിലൂടെ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തിപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായ സഹകരണങ്ങളിലും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ശരീരത്തിലെ ഒരവയവത്തിന് രോഗം ബാധിച്ചാൽ മറ്റു ശരീരഭാഗങ്ങളെല്ലാം പനിച്ചും ഉറക്കമൊഴിച്ചും ആ പ്രയാസത്തിൽ പങ്കുചേരുന്നു. ഒരാൾക്ക് ഒരസുഖമുണ്ട്,
മുട്ടുംകാലിന് വേദനയാണ്, അല്ലെങ്കിൽ വയറുവേദനയാണ്, അല്ലെങ്കിൽ തലവേദനയാണ്. എന്നാൽ ഈ തലവേദനിക്കുമ്പോൾ കണ്ണ് പറയോ തലക്കല്ലേ വേദന, എനിക്കൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ വയറ് പറയോ പനിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിയോ. മുട്ടിന് വേദനയാവുമ്പോൾ കൈ പറയോ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഉറങ്ങാണ്, കാലവിടെ ഉറക്കൊഴിച്ചോട്ടെ പറയില്ല. ഒരവയവത്തിന് ഒരു ഭാഗത്തിന് പ്രയാസമെത്തിയാൽ അതുമായി എല്ലാവരും സഹകരിക്കുകയാണ്, എല്ലാ അവയവങ്ങളും. അതാണ് അള്ളാൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും പ്രയാസം പറ്റിയാൽ അത് എൻ്റെ പ്രയാസമെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് അദ്ദേഹത്തെ കരകയറ്റാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കൂ. പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് വിശ്വാസികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഈ മദ്രസ ഇതിപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? കുറേ തൂണുകൾ ഉണ്ടായതുകൊണ്ട് അല്ലേ, ചുമരുകളൊക്കെ ഉണ്ടായതുകൊണ്ട്. ഒരാൾ പറയാ മദ്രസൻ്റെ അടി തൂണൊക്കെ ഞാൻ പൊളിക്കുകയാണ്, എന്നാൽ ഈ 3 നില ഇവിടെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഓരോ ഭാഗങ്ങളും വേണം, എന്നെങ്കിലും എന്ത് ചെയ്യുള്ളൂ ബിൽഡിംഗ് ആയിട്ട് നിൽക്കുള്ളൂ. അതിൽ കനം കുറഞ്ഞതുണ്ട്, കനം കൂടിയതുണ്ട്, ടൈറ്റ് ഉള്ളത്, ടൈറ്റ് കുറഞ്ഞൊക്കെ ഉണ്ട് അല്ലേ. അതുപോലെയാണ് ഒരു വിശ്വാസ സമൂഹമാകുമ്പോൾ അതിൽ പാവപ്പെട്ടവരും പണക്കാരും എല്ലാവരും വേണം, എല്ലാവരും ഒത്തു നിൽക്കണം. തന്നെപ്പോലെ തന്നെ മറ്റു മുസ്ലിം സഹോദരന്മാരെയും കാണണം, തന്നെപ്പോലെ മറ്റുള്ളവരെയും കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. തനിക്ക് ഇഷ്ടപ്പെട്ടത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. സത്യവിശ്വാസിയാകണം. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ സ്വർഗാവകാശി. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ നാറുൻ ഹാമിയൻ്റെ പാഠത്തിൽ പറഞ്ഞില്ലേ. അപ്പോൾ സ്വർഗം ലഭിക്കണോ? തനിക്കിഷ്ടമുള്ളത് തൻ്റെ സഹോദരനിക്ക് ഇഷ്ടപ്പെടണം, തനിക്കിഷ്ടമില്ലാത്തത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടാൻ പാടില്ല. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഉസ്താദ് അടിക്കും എന്നറിഞ്ഞ ആരെയും കൂടെ മുണ്ടാണ്ട് പോയി നിസ്കരിക്കൽ, ഓൽക്കല്ല അടി കിട്ടട്ടെ എന്നല്ല പറയാം. പിന്നെ എടാ നിസ്കരിക്കാൻ പോവാ പഠിച്ചോനെ, ഞാൻ നിസ്കരിച്ച എനിക്ക് അടി കിട്ടൂല. ശരിയാണ്, എൻ്റെ കൂട്ടുകാരൻ സമീറിനും സലീമിനൊക്കെ അടി കിട്ടൂലേ, അതുകൊണ്ട് എല്ലാവരും കൂട്ടി നിസ്കരിക്കാൻ പോകും. ഒരു ദിക്റിന് പോകുമ്പോൾ എല്ലാവരും കൂട്ടി പോകുന്നവരൊക്കെ സുഖം കിട്ടട്ടെ, എനിക്ക് ഇഷ്ടമുള്ളത് ഓൽക്കും ഇഷ്ടം ഉണ്ടാകണം, എനിക്ക് വെറുപ്പുള്ളത് ഓൽക്കും വെറുപ്പുള്ളതാകണം. മനസ്സിലാണ്? അവർക്ക് വെറുപ്പുള്ളത് എനിക്ക് വെറുപ്പ്. അള്ളാൻ്റെ മാർഗത്തിൽ കേട്ടോ. സ്വാർത്ഥത പാടില്ല. സ്വാർത്ഥത എൻ്റെ കാര്യം എനിക്ക് മാത്രം ചിന്തിക്കാൻ പാടില്ല. അത് സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. സ്വാർത്ഥത സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. സ്വന്തം ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ അല്ലാഹു തആല പ്രശംസിച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്, അതിപ്പോൾ നമ്മളില്ലെങ്കിലും കാര്യം നടന്നു പോകും. നമ്മളെ തട്ടോ അയലോക്കത്ത് എത്തിയും കുട്ടികളാണ്, അവർക്ക് ആരും നടത്തി കൊടുക്കാറില്ല. അപ്പോൾ നമ്മളാണ് പോവുക, എന്നിട്ട് അവിടെ പരിപാടിയൊക്കെ റാഹത്തായി കൊടുക്കുക. ഇവിടുത്തെ നടന്നോളുന്ന്. സ്വന്തം ആവശ്യത്തിനേക്കാൾ മറ്റുള്ളവരാവശ്യത്തിന് മുൻഗണന കൊടുക്കുന്നവർ അള്ളാഹ് പ്രശംസിച്ചിട്ടുണ്ട്. അതാണ് നമ്മളെ ആവശ്യത്തിനേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യം ചെയ്യുക, മുൻഗണന കൊടുക്കുക. നമ്മളെ ബോക്സ് മറക്കല്ല. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. സത്യവിശ്വാസികൾ ഒരു കെട്ടിടം പോലെയാണ്. ഈ തെദിരീബാത്ത് ഉണ്ട് അല്ലേ, പരിശീലന ഭാഗം. അല്ല ഉഷാറായിട്ട് വായിക്കണം കേട്ടോ, അത് മനസ്സിലാക്കണം. എന്താ യർമൂക്ക് പറഞ്ഞാൽ? ജോർദാനിലെ ഒരു സ്ഥലം, ജോർദാനിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് യർമൂക്ക്. എന്താ തവാദ് പറഞ്ഞാൽ? പരസ്പര സ്നേഹം. തവാദ് ഫീ തവാദുഹി.
അവിടെ തവാദു പറഞ്ഞാൽ പരസ്പര സ്നേഹം, തറാഹും പറഞ്ഞാൽ പരസ്പരം കാരുണ്യം, തആതുഫ് പറഞ്ഞാൽ പരസ്പരം ദയ, തവാദുഫി തവാദുഹിം വ തറാഹുമിഹിം വ തആതുഫിഹിം എന്നൊക്കെ കാണാം. പ്രശംസിക്കുക പറഞ്ഞാൽ പുകഴ്ത്തുക, പ്രശംസിക്കുക, പുകഴ്ത്തുക. സ്വാർത്ഥത പറഞ്ഞാൽ സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യം കാട്ടുക. എനിക്കുള്ളിൽ മാത്രം ഞാൻ ശ്രദ്ധിക്കുക, മറ്റോതൊന്നും ശ്രദ്ധിക്കില്ല. സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യം കാണിക്കുക. രണഭൂമി പറഞ്ഞാൽ യുദ്ധഭൂമി. സാരമുള്ള പറഞ്ഞാൽ ഗൗരവമുള്ള, നല്ല സാരമുള്ള പരിക്കാണ്. വാഹന അപകടത്തിൽ പറഞ്ഞാൽ നല്ല ഗൗരവമുള്ള പരിക്കാണ്, ബാക്കിയാകൂല എന്ന് തോന്നുന്ന പരിക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിൻ്റെ ഉമ്മാൻ്റെ ഒപ്പം നടന്നു പോകുമ്പോൾ ഒരു മോട്ടോർ സൈക്കിളുകാരൻ കുത്തി 2-3 ദിവസം മെഡിക്കൽ കോളേജിൽ ICUയിലൊക്കെ കടന്ന് പാവപ്പെട്ട ഉപ്പ മരണപ്പെട്ടു. പഠിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഉപ്പയുടെ ഖബർ സ്വർഗ്ഗമാക്കട്ടെ. അല്ലാഹു ആ ഖബർ സ്വർഗ്ഗമായി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പറയാം, ജലം എന്ന് പറഞ്ഞാൽ വെള്ളം. ഇനി നമ്മൾ ഉത്തരം പറയാനാണ്. നുജീബു ഉത്തരം എഴുതുക. സ്വഹാബികൾ ആക്രമികളുമായി പോരടിച്ചത് എവിടെ വെച്ച്? യർമൂക്ക് യുദ്ധഭൂമിയിൽ വെച്ച്. ആരാണ് ദാഹിക്കുന്നവർക്ക് വെള്ളവുമായി അവിടെ ഓടി നടന്നത്? ഹുദൈഫ റളിയല്ലാഹു അൻഹു. 3. ഇക്രിമ റളിയല്ലാഹു അൻഹു വെള്ളം ആർക്ക് കൊടുക്കാനാണ് പറഞ്ഞത്? വയ്യാസ് റളിയല്ലാഹു അൻഹുവിന്. 4. സത്യവിശ്വാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനോടെല്ലാമാണ് ഉപമിച്ചത്? സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായ സഹകരണങ്ങളിലും. സത്യവിശ്വാസികളെ ഒരു ശരീരത്തോടും പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളോടും. 5. അല്ലാഹു തആല ആരെയാണ് പ്രശംസിച്ചത്? സ്വന്തം ആവശ്യത്തേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ. 6. സത്യവിശ്വാസിക്ക് ചേരാത്ത ഒരു ദുർഗുണമെന്ത്? ദുർഗുണം എഴുതുക. എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകണം, മറ്റുള്ളവർക്ക് എന്തായാലും വേണ്ടിയില്ല എന്ന സ്വഭാവം. അത് നല്ലതല്ല, മോശമാണ്. ഇനി നക്തശിഫുൽ മാന എന്നല്ലേ, നമ്മളെന്ത് ചെയ്യുക? അർത്ഥം കണ്ടെത്തുക. എന്താണ് അറബി വാക്ക്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. എന്താ അതിൻ്റെ അർത്ഥം? തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. അതിൻ്റെ അർത്ഥം അത് എഴുതണം കേട്ടോ. ഇനി 2. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ യശുദ്ദു ബഅ്ളുഹു ബഅ്ളാ. പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിംഗ് പോലെയാണ് സത്യവിശ്വാസി. 3. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം കൽ ജസദിൽ വാഹിദ്. അർത്ഥം എന്താണ്? സ്നേഹത്തിലും കാരുണ്യത്തിലും പരസ്പര സഹായ സഹകരണങ്ങളിലും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. അതും കഴിഞ്ഞു.
ഇനി നംല ഉൽ ഫറാഖാണ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. വിട്ട ഭാഗം ശരിക്ക് പൂരിപ്പിക്കണം കേട്ടോ. സത്യവിശ്വാസിക്ക് ഡാഷ് പാടില്ല, സ്വാർത്ഥത പാടില്ല. 2, തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ ഡാഷിനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല, അവിടെ തൻ്റെ സഹോദരനും. 3, സ്വഹാബികൾ ഡാഷിൽ പോലും തൻ്റെ സഹോദരന് പരിഗണന നൽകി. അവിടെ ഡാഷ് പറഞ്ഞ മരണവേളയിൽ, സ്വഹാബികൾ മരണവേളയിൽ പോലും. ഇനി വാക്യം ഉണ്ടാക്കാനാണ്. നുൻഷി ഉൽ ജുമല, വാക്യം ഉണ്ടാക്കുക. മുഖാമുഖം വാക്കുണ്ടായിക്കാണി. അവർ മരണത്തെ മുഖാമുഖം കണ്ടു. ഇനി ദാഹജലം, അവർ ദാഹജലം ആവശ്യപ്പെട്ടു. മുൻഗണന, അവർ തൻ്റെ സഹോദരന് മുൻഗണന നൽകി. സ്വാർത്ഥത, സത്യവിശ്വാസി ഒരിക്കലും സ്വാർത്ഥത കാണിക്കില്ല. പ്രശംസിച്ചു, ഞാൻ വിജയികളെ പ്രശംസിക്കുന്നു. പരിഗണന, ജനങ്ങൾ വലിയവരെ ഞങ്ങൾ വലിയവരെ പരിഗണിക്കും. അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. മിസ്ലി സവാബിന് ഹബീബായ അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്കുള്ളവരെ ഹൃദയത്തിൽ നീ എത്തിത്തരണേ അല്ലാഹ്. അവിടുത്തെ ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉപ്പവും ഉസ്താദുമാർ മക്കൾക്ക് ഇഷ്ടജനങ്ങൾക്ക് സർവ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ബുദ്ധി ഏറ്റിത്തരണേ അല്ലാഹ്, ഓർമ്മ ഏറ്റിത്തരണേ അല്ലാഹ്, നല്ലവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് നിന്റെ ഇഷ്ടത്തിലായി അവർക്കും ഞങ്ങൾക്കും ആരോഗ്യവും ആഫിയത്തും തരണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.